രാത്രി ഗുരുവായൂർ അമ്പലം അടച്ചതിന് ശേഷം അച്ഛൻ തിരുമേനി കണ്ണനോട് പറഞ്ഞു, കണ്ണാ, ഇനി മതി, വരൂ നമുക്ക് കിടക്കാം. നാളെ തൊട്ട് നല്ല തിരക്കാവും ഉണ്ണിക്ക്. ഊവ്, നാളെ ഉത്സവം കൊടികയറുമല്ലേ. ഇനി 10 ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ ആവേശത്തിൻ്റെ രാപകലാവും. ഇനിയുള്ള ദിവസങ്ങൾ എന്ത് രസമാവും അല്ലേ അച്ഛൻ തിരുമേനി? അതോർത്തിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിയണില്ല. അച്ഛൻ തിരുമേനി ഉണ്ണിയുടെ അരികിൽ ചെന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, കണ്ണൻ നന്നായി കിടന്ന് ഉറങ്ങിക്കോളൂ. നാളെ ആനയോട്ടം കാണാൻ പോകണ്ടേ? പിന്നെ ഞാനിന്ന് ഉച്ചയ്ക്ക് തന്നെ ആനക്കോട്ടയിൽ പോയിരുന്നു. കുറച്ചു നേരം അവിടെ കളിച്ചതിന് ശേഷം ഞാൻ അവരോട് പറഞ്ഞു, നാളെ ഓട്ട മത്സരത്തിന് കാണാം. നല്ല മിടുക്കന്മാരായിട്ട് ഓടണം എന്നും പറഞ്ഞിട്ടാ വന്നേ. ഓഹോ, അപ്പോൾ ഉച്ചയ്ക്ക് എന്നോട് പറയാതെ ആനക്കോട്ടയിലേക്ക് പോയി അല്ലേ? അച്ഛൻ തിരുമേനി അല്പം ഗൗരവത്തോടെ ചോദിച്ചു. അത് പിന്നെ നട തുറക്കണതിന് മുമ്പ് ഞാൻ വന്നില്ലേ. ശരി ശരി. കണ്ണൻ ഉറക്കത്തിലേക്ക് ആവുന്നതിന് മുൻപ് വീണ്ടും വിളിച്ചു, അച്ഛൻ തിരുമേനി, ഇനി എന്താ ഉണ്ണി? അതെ, എന്നോട് ഏറ്റവും ഇഷ്ടമുള്ള ആനക്കുട്ടനാവും നാളെ ജയിക്കുക ഇല്ലേ? അച്ഛൻ തിരുമേനി പുഞ്ചിരിച്ചു. ഇനി ഉറങ്ങിക്കോളൂ. ഉത്സവത്തിൻ്റെ സന്തോഷവും നാളെയുടെ വിജയസ്വപ്നവും ഹൃദയത്തിൽ നിറച്ച് ശാന്തമായി കണ്ണൻ ഉറക്കത്തിലേക്ക് ആയിരുന്നു. കണ്ണനോട് ഏറ്റവും ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ ഉത്സവകാലത്ത് ഒരു പ്രാവശ്യമെങ്കിലും പോയി ഗുരുവായൂരപ്പനെ തൊഴാൻ സാധിക്കട്ടെ. സർവം കൃഷ്ണാർപ്പണമസ്തു.